ശബ്ദ ന്യൂസിലേക്ക് സ്വാഗതം. ഞാനെന്നുള്ളത് ചീക്കോട് പഞ്ചായത്തിലെ മുണ്ടക്കൽ മഞ്ഞളാംകലായിൽ അബ്ദുറഹിമാൻ്റെ അടുത്താണ്. അബ്ദുറഹിമാനാണ് എൻ്റെ ഒപ്പം ഉള്ളത്. അബ്ദുറഹിമാനെ സംബന്ധിച്ചിടത്തോളം മൃഗങ്ങളെ ഇത്രയ്ക്കധികം സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. മൃഗങ്ങളുള്ള അമിത സ്നേഹം അബ്ദുറഹിമാനെ വ്യത്യസ്തനാക്കുന്നു. അബ്ദുറഹിമാൻ്റെ അടുത്ത് ആടുകളുണ്ട്, പോത്തുണ്ട്, പശുക്കളുണ്ട്, പൂച്ചകളുണ്ട്, അബ്ദുറഹിമാൻ മാത്രം സ്നേഹിക്കുന്ന കാക്കകളുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ സ്നേഹത്തിൻ്റെതായ ഒരു കഥ പറയുന്ന അബ്ദുറഹിമാൻക്കയുടെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് ഞാൻ ശബ്ദ ന്യൂസ് ക്യാമറ തിരിച്ചു വെക്കുന്നത്. പ്രവാസിയായിരുന്നു അബ്ദുറഹിമാൻക. 29 കൊല്ലത്തോളം പ്രവാസ ജീവിതം കഴിച്ച് നാട്ടിലേക്ക് തിരിച്ചു വന്ന് മണ്ണിനെ പൊന്നാക്കിയ, മൃഗങ്ങളെ സ്നേഹിച്ച അബ്ദുറഹിമാൻക്കയുടെ ആ കഥയാണ് നമ്മൾ ഇന്ന് അദ്ദേഹത്തോട് തന്നെ നമ്മൾ നേരിട്ട് ചോദിക്കുന്നത്. എങ്ങനെയാണ് ഈ പ്രവാസിയായിരുന്നല്ലോ, എങ്ങനെയാണ് മൃഗങ്ങളോടുള്ള സ്നേഹവും കൃഷിയിലേക്കും തിരിഞ്ഞത്? മൃഗങ്ങളോടുള്ള സ്നേഹം എൻ്റെ ചെറുപ്പത്തിലെ എൻ്റെ വീട്ടിൽ ആടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ ആട് പ്രസവിച്ച് കഴിഞ്ഞ ഒരു ഏകദേശം ബുദ്ധി ഉറച്ചതിന്റെ ശേഷം തന്നെ ഞാൻ ഈ മൃഗങ്ങളെ ഇടയിലേക്കാണ് വളർന്നത്. അങ്ങനെ പിന്നെ കുറെ എൻ്റെ ഉമ്മൊക്കെ മരിച്ച് കുറെ കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം പ്രവാസ ലോകത്തേക്ക് പോയപ്പം അതൊക്കെ അവിടെ നിർത്തിവെച്ചു. പിന്നെ ഒരു 10 വർഷം കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ നാട്ടിൽ വരുന്നത്. നാട്ടിൽ വന്ന് പിന്നെ കുറച്ച് കൃഷിശലൊക്കെ വാങ്ങിച്ചു, പാടം വാങ്ങിച്ച്, തൈയൊക്കെ വെച്ച്, റബ്ബർ വെച്ചു. ഇങ്ങനെയുള്ള എല്ലാ കൃഷി മേഖലയിലായിരുന്നു എൻ്റെ ജീവിതം. അതിന്റെ ശേഷം ഞാൻ വീണ്ടും ഗൾഫിലേക്ക് പോയി, തിരിച്ചുപോയി. ഗൾഫിലേക്ക് തിരിച്ചു. സൗദി അല്ലേ? സൗദി ഞാൻ ദമാമില് 10 വർഷമായിരുന്നു. ദമാമ് സൗദിന്റെ ഏകദേശം ഭാഗങ്ങളൊക്കെ എനിക്കറിയാം. അവിടെ കച്ചവടമായിരുന്നു അല്ലേ? കച്ചവടമായിരുന്നു. നീണ്ട പരിപാടി ഉണ്ടായിരുന്നു എനിക്കൊരു 10 വർഷം. അത് കഴിഞ്ഞതിന്റെ ശേഷം ഒരു 16-17 വർഷത്തോളം ബോഫിയ, കൂൾബാർ ഇങ്ങനെയുള്ള അങ്ങനെയാണ് പിന്നെ തിരിച്ചു വരുന്നത്. തിരിച്ചു വന്നതിന്റെ ശേഷം രണ്ടാമതും ഈ 15-17 വർഷത്തോളം ഞാൻ മീനിന്റെ പരിപാടി ആദ്യം 10 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്ന് 10 വർഷം ഇവിടെ നിന്നതിന്റെ ശേഷം 2004 ഞാൻ സൗദിയിലേക്ക് വീണ്ടും തിരിച്ചു പോകുന്നത്. അതിന്റെ ശേഷമാണ് ബിസിനസ് ഒക്കെ ആരംഭിച്ചു. പിന്നെ മക്കളെ പഠനവും ഭാര്യയുടെ ജോലി സംബന്ധമായ തിരക്കൊക്കെ ആയപ്പം ഭാര്യ സ്കൂൾ ടീച്ചറാണ്. മക്കള് എന്ന് പറഞ്ഞാല് ഭാര്യ ഞാനും കൂടി ഇവിടെ നിന്ന് പഠിച്ച് ഇതൊക്കെ അതിന്റെ ശേഷം ഭാര്യ 2004 സ്കൂളിൽ കയറി. അതിന്റെ ശേഷം മക്കള് ചെറിയ മോള് തൊടുപുഴ അൽ-അസ്ഹർ മെഡിക്കൽ കോളേജില് MBBS അഡ്മിഷൻ കിട്ടി. അങ്ങനെയുള്ള 5 വർഷം അവിടെ ആയപ്പോ എന്നെ വീട്ടില് മോന്റെ പഠിത്തവും മോളെ പഠിത്തമൊക്കെ അവിടെ ആയപ്പം വീട്ടിലാരും ഇല്ല, അമ്മ സുഖമില്ലാതായൊക്കെ വന്നപ്പോ സമയത്ത് ഞാൻ തിരിച്ചു വന്നതിന്റെ ശേഷമാണ് എനിക്ക് മൃഗങ്ങളോടുള്ള ഒരു ആത്മവിശ്വാസം വന്നത്. നിങ്ങൾക്ക് മലമ്പയിൽ ട്രെയിനിങ് കിട്ടില്ലായിരുന്നു? ക്ഷീരകർഷകൻ ഞാൻ 3 മാസം തുടർച്ചയായിട്ട് ക്ഷീരകർഷകൻ ഞാന് കാട വളർത്തല്, കോഴി വളർത്തല്, ആട് വളർത്തല്, പിന്നെ പശു വളർത്തല്, എരുമ വളർത്തൽ, ഇങ്ങനെയുള്ള എല്ലാ ട്രെയിനിങ് ക്ലാസ്സിനും പോയി അതിന്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് കിട്ടി. അവിടെ നിന്ന് എല്ലാം കഴിഞ്ഞതിന്റെ ശേഷമാണ് ഞാൻ മേഖലയിലേക്ക് ഇറങ്ങി. വാങ്ങിയത് 2 ആടിനായിരുന്നു. ആദ്യം 2 ആടായിരുന്നു. ആദ്യം 2 പോത്ത് വാങ്ങിച്ചു. അത് കഴിഞ്ഞതിന്റെ ശേഷം 2 ആട് വാങ്ങിച്ചു. പിന്നെ പോത്തിനൊക്കെ വിറ്റതിന്റെ ശേഷം ആടുകളിലേക്ക് നിന്ന് ഏകദേശം 90 ആടുകൾ വരെ എൻ്റെ അടുത്തുണ്ടായിരുന്നു. അത് പിന്നെ നമ്മളെ ആരോഗ്യ പ്രശ്നവും ഇങ്ങനെ ഇതൊക്കെ ആയപ്പോ ഞാൻ കുറച്ച് മക്കളും ഭാര്യയൊക്കെ ചീത്ത പറയല് തുടങ്ങിയപ്പോ ഞാനത് കുറച്ചു. ഏതെല്ലാം ആടുകളായിരുന്നു ഓർക്കുന്നത്? ആടുകൾ മലബാരി, സിരോഹി, പിന്നെ യമുനാബാരി, പിന്നെ കരോളി, ഇങ്ങനെ പല ഇനം ആടുകളും എൻ്റെ അടുത്തുണ്ടായിരുന്നു. പക്ഷെ ഇതിലൊക്കെ എനിക്ക് പ്രധാനമായിട്ട് ഞാൻ കൊടുത്തത് മലബാരി ആടിനാണ്. വയനാട്ടിൽ പോയി എനിക്ക് പിന്നെ ആത്മന്റെ യൂറോപ്പിലൊരു 20 ആട് വളർത്തിന് കേരള ഗവൺമെന്റിന്റെ 1 ലക്ഷം രൂപ അവാർഡൊക്കെ തന്ന് അങ്ങനെ ഞാൻ ഈ മലബാരി ആടിലേക്ക് തിരിഞ്ഞത്. പിന്നെ വയനാട്ടിൽ പോയി കൊണ്ടുവന്ന് 20 ആട് കൊണ്ടുവന്നതിൽ എനിക്ക് ഒരാടാ ബാക്കിയായത്. ബാക്കി മുഴുവൻ ചത്തുപോയി. ആ ആടുമേൽ എനിക്ക് റബ്ബിന്റെ തൗഫീക്കോട് കൂടി ഒരു 10-60 ആടുകൾ, കുട്ടികൾ ഇങ്ങനൊക്കെ അവിടെ ആയിട്ട് ഒരു 10-60 എണ്ണം ഇപ്പം എൻ്റെ അടുത്ത് നിലവിലുണ്ട്. ഇപ്പൊ ഓളെ മക്കളും അവളെ കുട്ടികളുമായിട്ട് ഒരു 10 ആടുകൾ എൻ്റെ അടുത്ത്. ഇപ്പൊ ആ ആടുമേല് പോന്നതാണ്. ഇപ്പൊ ഒരു 30-35 ആട് എൻ്റെ അടുത്തുണ്ട്. 2-3 പശുക്കളുണ്ട്. സാധല്ല, ഒന്ന് ഗിറാണ്. വെച്ചിന്റെ ആദ്യം ഞാൻ നല്ല നാടൻ പഴുക്കളെ വാങ്ങിയിട്ടില്ല. ഗിറ്, എച്ചപ്പ് ഇങ്ങനെയുള്ള പശുക്കളെ വാങ്ങി വളർത്തിയിരുന്നു. പിന്നെ നമ്മളെ ആരോഗ്യനില കുറച്ച് മോശമായപ്പം അതൊക്കെ ഒഴിവാക്കി. ഇപ്പൊ 3 പശുക്കളുണ്ട്.
ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ തന്നെ ആളുകൾക്കൊക്കെ ഓരോ പേരുണ്ടല്ലേ, ബൽക്കീസ്, എല്ലാത്തിനും ജന്നാത്ത്. പേരാണ്. അതിനെ കുറിച്ചൊന്ന് പറയാമോ? ആടുകളെ പേരെന്ന് പറഞ്ഞാല് ഞാൻ എന്റെ മക്കളെ പേര് ആടുകൾക്ക് വിടും. മക്കളെ വിളിക്കുന്ന അതേ വിളി ആടുകൾ വിളിച്ചാൽ ആടുകൾ അതനുസരിക്കും. ഞാൻ പറഞ്ഞൊക്കെ ആടുകൾക്ക് കേൾക്കും. എന്തൊക്കെ പേരാണ് വിളിക്കാറ്? ബൽക്കീസ് ഉണ്ട്, ജന്നാത്ത് ഉണ്ട്, പെണ്ണുട്ടിണ്ട്, മുഹമ്മദ് ഉണ്ട്. അപ്പൊ മക്കളെ വിളിക്കുന്ന പെൺകുട്ടിന്ന് വിളിച്ച ആട് ഓടി വരുമോ? ആട് തിരിച്ചു ഓടി വരും. എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് എന്താണല്ലോ ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ ആട് അതേമാതിരി വന്ന് തിന്ന് അതേമാതിരി തിരിച്ചു പോകും. ഇവിടെ എല്ലാവർക്കും അറിയാം, ഈ നാട്ടിൽ ഈ പ്രദേശത്ത് എല്ലാവർക്കും അറിയാം ഞാനൊരു മൃഗസ്നേഹി ആണ് എന്നുള്ള എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോ ആട്, പൂച്ച, എല്ലാ മൃഗങ്ങളും ഞാനായിട്ട് അത്ര ബന്ധം. എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ മൃഗങ്ങൾക്കൊന്നും തന്നെ അറിയാം. ഞാൻ ഇപ്പൊ എന്റെ വീട്ടിൽ ഇവിടുന്നാട് പോയാല് മരിച്ചൊരു വീട് പോലെ ആ മൃഗങ്ങളൊന്നും പിന്നെ മുണ്ടില്ല. ഞാൻ തിരിച്ചു വരുമ്പോ ഇവിടെ ഒരു മൗലിക നടക്കുക, പല ഭാഗത്തുനിന്നും പല സംഭാഷണങ്ങളും ഇതൊക്കെ ആയിട്ട്. നിങ്ങളുടെ ഒരു കാലടിപ്പാത കേട്ട് കഴിഞ്ഞാൽ അവർ മനസ്സിലാവും. ഞാൻ മനസ്സിൽ മറക്കാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടോ? അതായത് നിങ്ങൾ പേര് വിളിക്കുമ്പോ മറക്കാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടോ? മറക്കാത്ത അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ മൃഗങ്ങളിൽ ഒരു പോത്തുണ്ടായിരുന്നു. ആ പോത്ത് ഏകദേശം ഒരു 3.5 കിൻഡലുള്ള ഒരു പോത്തായിരുന്നു. അവന്റെ പേര് മുഹമ്മദേനി. ഞാൻ ആദ്യമായിട്ട് ഈ മൃഗങ്ങളോട് ഗൾഫൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം നിർത്തി വാങ്ങിയ ഓർത്ത് അവൻ ഭയങ്കര സ്നേഹിയായിരുന്നു. ഞാന് ഇപ്പൊ ഇവിടെ ഉള്ള ഏകദേശം 60 വന്നിട്ട് അവനെ കെട്ടിയിടാനോ അറക്കാനോ ഒന്നും കഴിഞ്ഞില്ല. ഞാന് മുഹമ്മദേന്ന് വിളിച്ചവൻ ആലയെന്ന് ഇറങ്ങി വരും. ഞാൻ കിടക്കാൻ പറഞ്ഞാൽ കിടക്കും, നീക്കാൻ പറഞ്ഞാൽ എണീക്കും. അങ്ങനെ അതിന്റെ ഉമ്മ മരിച്ച് 40 ഓനെ അറുത്തത്. അറുത്തിട്ട് ഇവിടെ ഉള്ള 60 4 ആള് വന്ന് ആലയെന്ന് ഇറക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഞാൻ മുഹമ്മദേ എന്ന് പറഞ്ഞ് വിളിച്ചു. അവൻ പുറത്തേക്ക് വന്ന് കവുങ്ങുമ്മ കെട്ടിയിട്ട് കൊടുത്ത് ഞാൻ പോയതിന്റെ ശേഷം അറക്കാവൂ എന്ന് പറഞ്ഞതിന്റെ ശേഷം ഞാൻ പിന്നെ വന്നത് കടയിൽ നിന്ന് ഇറച്ചി ആയതിന്റെ ശേഷം. അതെനിക്കൊരു വലിയൊരു ഷോക്കായിരുന്നു. കാരണം എന്താ വെച്ചാല് ഞാൻ അത്രയും പറഞ്ഞ് കിടക്കാൻ പറഞ്ഞ കിടക്കും, കാല് പൊക്കാൻ പറഞ്ഞ കാല് പൊക്കും, തല പൊക്കാൻ പറഞ്ഞ തല പൊക്കും. എന്റെ മടിയിൽ തല വെച്ചിട്ട് കിടക്കുന്നത് പോത്തെ. അപ്പൊ എന്താ പറയുക, മക്കളേലേറെ സ്നേഹമുള്ള ഒരു സാധനമായിരുന്നു ആ പോത്ത്. ഈ ആടുകളുടെ അങ്ങനത്തെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ? ആടുകളെ കുറിച്ച് പറയാം. ആടുകളെ കുറിച്ച് പറയാൻ ആടുകൾ മുഴുവൻ അങ്ങനെ ഇപ്പൊ എന്റെ അടുത്ത് 35 ആടുകളുണ്ട്. ഈ 35 ആടുകളും പേര് വിളിച്ച ഓരോരുത്തരും വരും. ഓരോരുത്തരെ വിളി ഞാൻ വിളിച്ച ആട് മാത്രമേ വിളി കേൾക്കുള്ളൂ. ബൽക്കീസെന്ന് വിളിച്ചാൽ ബൽക്കീസ് വിളി കേൾക്കും, പെണ്ണുട്ടിയെന്ന് വിളിച്ചാൽ പെണ്ണുട്ടി വിളി കേൾക്കും, ജന്നാത്തേന്ന് വിളിച്ചാൽ ജന്നാത്ത് വിളി കേൾക്കും. അങ്ങനെയുള്ള ഒരു സെറ്റ്. ഞാൻ ഏകദേശം ആടുകൾ വിൽക്കലില്ല, കാരണം കൂടുതലും ഇവിടുന്ന് ചത്തുപോലെയാണ്. കാരണം എനിക്ക് അത്രയും വിൽക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ പിടിച്ചൊരു ഇതാണ്. ഞാൻ അതിമത്തെ ലാഭോ ഛേദോ ഒന്നും നോക്കലില്ല. അവരോടുള്ള സ്നേഹം അത് കിട്ടുന്നത് ഭാര്യയുടെ ഭാര്യ റിട്ടയർഡ് ആയതിന്റെ ശേഷം കിട്ടുന്ന പെൻഷനും ഞങ്ങളെ വരുമാനം ഒക്കെ ഈ ആടുകളും പോത്തുകളും ആയിട്ട് ഇങ്ങനെ പോലെ അവർക്ക് തിന്നാൻ കൊടുക്കും, അവര് നോക്കും. അത് അങ്ങനെ ഒരു ശരിക്കും പറഞ്ഞാല് ഇപ്പോ നിങ്ങൾക്ക് പിന്നെ ഈ ആടുകൾ കൂടാതെ കാക്ക എല്ലാം കൂടെ കാക്ക എന്ന് പറഞ്ഞാൽ എന്റെ വർഷം 6 മാസം എന്റെ ആട്ടും കൂടെ ആല നിറച്ച് കാക്കേ അവര് വരും. ഞാൻ പാത്രത്തിൽ കുറച്ച് ചോറോ ഇല്ലെങ്കിൽ ഇവിടുന്ന് കോഴിക്കടയിൽ നിന്നുള്ള വേസ്റ്റ് ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് പാത്രത്തിൽ കൈകിട്ട് കൊടുത്ത കാക്കിയും ഈ പൂച്ചയും പട്ടി എല്ലാരും തിന്നും. മഴ പെയ്ത ഒക്കെ കൂട്ടിക്ക് വരും. അപ്പൊ കൂടി ഞാൻ ചുറ്റും നല്ല സാരി ചുറ്റും കമ്പി ഇതൊക്കെ ഇട്ടതിന്റെ ശേഷം സാരി കൊണ്ട് മറച്ചതാണ്. കാരണം അവർക്ക് മഴ കൊണ്ടിട്ട് വിറച്ച് നിൽക്കരുത് എന്നുള്ളവർക്ക് എല്ലാ സൗകര്യം. എന്നാൽ കാക്കയ്ക്ക് കയ്യിൽ ചോറ് ഇങ്ങനെ കൊടുത്താൽ കാക്ക കയ്യിൽ നിന്ന് വാങ്ങി തിന്നു. അതുപോലെ പൂച്ച ഇതുപോലെ തന്നെ പൂച്ച പെര ചുറ്റുമാവും പൂച്ച. ആണല്ലേ? എന്റെ മുകളിലെ വീട്ടില് ഒരു വീട് അതിനായിട്ട് ഞാൻ പൂച്ചക്കും കാക്കൊക്കെ നിൽക്കാനായിട്ട് ഒഴിവാക്കിയിട്ടേക്ക്. ഡെയിലി 100 രൂപയുടെ മീനെങ്കിലും വേണോ അവർക്ക്? ഡെയിലി 100 മിനിമം. എനിക്ക് അവിടെ നിന്നൊന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ ഉള്ളോടത്ത് പോയി കൊണ്ടുവരും. അതായത് ഇവിടെ മീനില്ലെങ്കിൽ വേറെ ഉള്ളോടത്ത് പോയിട്ട് കൊണ്ടുവന്നിട്ട് അവർക്ക് ഭക്ഷണം കൊടുത്തതിന്റെ ശേഷം ഞാൻ ഭക്ഷണം കഴിക്കും. എന്റെ ജീവിത ശൈലി അങ്ങനെയാ. അപ്പം ഭാര്യ മക്കളൊക്കെ എപ്പോഴും ചീത്ത അറിയില്ല, കാരണം ഈ പൂച്ചനെയും കാക്കനെയും ഒക്കെ വളർത്തുന്നത്. ഞാൻ എന്റെ മനസ്സിന്റെ തൃപ്തിയാണ് നോക്കുന്നത്. അതെന്താണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വേണം? അതായത് മക്കളെ മനുഷ്യ സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതൽ മൃഗങ്ങളെ സ്നേഹിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു അനുഭൂതി എന്താണ്? അത് അനുഭൂതി എന്ന് പറഞ്ഞാല് 100 മനുഷ്യന് തിന്നാൻ കൊടുക്കുന്നതിന് പകരം 4 മൃഗങ്ങൾക്ക് തിന്നാൻ കൊടുക്കണം. അതൊന്ന് വ്യക്താക്കോ? അത് വ്യക്താക്കെന്ന് പറഞ്ഞാൽ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നവരെ സ്നേഹിക്കുക, അവരെ ഉപദ്രവിക്കരുത് എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ മൃഗങ്ങള്. മനുഷ്യൻ അങ്ങനല്ല. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ 100 ആൾക്ക് ഇപ്പൊ നമ്മളൊരു പരിപാടി എന്തും വെച്ചൊരു നല്ല ഭക്ഷണം കൊടുത്താല് അതിൽ 4 അഭിപ്രായം എന്തായാലും അങ്ങാടിയിൽ വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരു കൂട്ടർ പറയും
ഭക്ഷണം മോശമായിരുന്നു. ഒരു കൂട്ടർ പറയും കുറച്ച് ഓവറാണ്, ഒരു കൂട്ടർ പറയും അത് ഓന്റെ ആർഭാടാണ്, ഇങ്ങനെ പറയും. അതേ സ്ഥാനത്ത് ആ 100 ആൾക്ക് കൊടുക്കുന്ന ഭക്ഷണം 4 ഭക്ഷണം ഇവർക്ക് കൊടുത്ത് വിശപ്പ് മാറ്റിയാൽ അവര് രണ്ടാമത് നമ്മളെ തിരിച്ചു കാണുമ്പോൾ അതിനുള്ള നന്ദി നമ്മളോട് കാണിക്കും. ആ ഒരു സ്നേഹം, അതായത് എന്താ വെച്ചാൽ അവരോടുള്ള നമ്മളോടുള്ള സ്നേഹം നമ്മൾ കാണിക്കാണ്ട് കൊടുത്താൽ അതിന്റെ 3 ഇരട്ടി തിരിച്ചു തരും. അത് 100% ഞാനാക്കേണ്ട ഏത് മൃഗങ്ങളെ പോറ്റുന്ന ഒരുത്തനും അനുഭവിച്ചിട്ടുണ്ടാവും. ഇനി ഒന്നുമില്ലെങ്കിൽ എന്റെ വിശ്വാസം ഞാൻ പറയുന്നത് പടച്ചോന്റെ ഇരുന്ന് എന്തായാലും അതിനുള്ള ഒരു പ്രതിഫലം കിട്ടും. നമ്മുടെ വിശ്വാസം അങ്ങനെയാണ്. എന്തായാലും നമ്മള് മുമ്പ് പിന്നെ ഒരു മൂല്യർ ബദൽ പറഞ്ഞ കിട്ടുന്നത്, മൂല്യർ പറഞ്ഞ എന്താ പറയാ, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നവനാണ് ധർമ്മം എന്ന് പറയുന്നത്. അല്ല വിശക്കാത്തവന് ഭക്ഷണം കൊടുക്കുന്ന ധർമ്മത്തിൽ പെടില്ല എന്ന തോതിൽ നമ്മള് വിശക്കുന്ന ഒരു മൃഗത്തിന് തിന്നാൻ കൊടുത്താൽ നന്ദി നമുക്ക് എപ്പോഴും തിരിച്ചു കിട്ടും. അതായത് നമുക്ക് എപ്പോഴും സന്തോഷം വേണം, സന്തോഷം, മനസ്സിന് നല്ല ഹാപ്പി കിട്ടണമെങ്കിൽ. ഇല്ലെങ്കിൽ നമ്മള് കടയിൽ പറഞ്ഞിട്ട് പള്ളിയേക്ക് ഇവിടുന്ന് പോവും, അവിടുന്ന് നിസ്കാരം സുന്നത്തും ഫർളും ഒക്കെ കഴിഞ്ഞാല് 4 ആളെ ഇറച്ചിയെങ്കിലും തിന്നാഞ്ഞാല് നമ്മൾ ആ സമൂഹത്തിന് ഒരിക്കലും അത് കുറ്റം ബാക്കിയുണ്ടാവുള്ളൂ. അപ്പൊ അത് തിരിച്ചു വരണാട്ടിയുടെ ഈ സമയം കൂടി നമ്മുടെ ഇബാദത്ത് കഴിഞ്ഞതിന്റെ ശേഷം അവരെ എടുത്ത് നിന്നാൽ നമുക്കതൊരു അങ്ങനെയുള്ള ആ ഒരു ഇതിന് നമ്മൾ രക്ഷപ്പെടും. നിങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ വയനാട് പോയൊരു സംഭവം തിരിച്ചു വന്നേ, ഒന്ന് പറയാമോ? വയനാട്ടിൽ ഞാൻ ഏകദേശം 2-3 മാസം മുമ്പ് വയനാട്ടില് ഞങ്ങള് ഒരു 3-4 ആള് കൂടിയിട്ട് ഞങ്ങളവിടെ ഒരു പിന്നെ എന്താ പറയാ ഒരു എസ്റ്റേറ്റ് വാങ്ങാൻ വേണ്ടി സ്ഥലം നോക്കാൻ വേണ്ടി പോയതാണ്. ആ നോക്കാൻ പോണ സമയത്ത് ഏകദേശം ഞങ്ങൾ അവിടുന്ന് 5 മണിക്ക് പുറപ്പെടണം എന്ന് വിചാരിച്ചു. അപ്പൊ സ്ഥലമൊക്കെ നോക്കി കഴിഞ്ഞ് വന്നപ്പോ ഏകദേശം രാത്രി 8 മണിയായി. അപ്പൊ എന്റെ ഭാര്യയ്ക്ക് ഞാൻ വിളിച്ചു, ആടുകളെ നമ്മളത് എത്തിയാണ്. 4 മണിക്ക് ഞാൻ വിളിച്ചു പറഞ്ഞ ആടുകളെ വിട്ട് മേപ്പട്ടേക്ക് മലക്ക് കയറ്റിയാളാണ്. രാത്രി 8 മണിയായപ്പോൾ ആടുകൾ വന്നിട്ടില്ല. അങ്ങനെ ഞാൻ പറഞ്ഞ അവിടെ നിന്നോട്ടെ. ഏകദേശം ഒരു 8-9 മണിക്ക് ഞാൻ മലയിൽ ചെന്ന് ഒരൊറ്റ വിളി ഞാൻ വിളിച്ചിട്ടുള്ളൂ, പെണ്ണുട്ടിയെന്ന്. അപ്പൊ ഇവര് ഈ 35 ആടുകളും ഒരു ചുറ്റുഭാഗത്ത് ഇങ്ങനെ നിന്നുകാണ്ട് അവർ നിന്റെ വിളിയായിട്ട് കേട്ടാട് പെണ്ണുട്ടിയാണ് ആട് വിളിയായിട്ട്. അതിൽ ഞാൻ ടോർച്ച് അടിച്ചു. ആടുകൾ നിന്റെ മുന്നിലും ഞാൻ ബാക്കിലായിട്ട് തിരിച്ചു പോന്ന് കൂട്ടിൽ വന്നു. ഒരു നഷ്ടം ഉണ്ടായില്ല. അതിൽ ഭയങ്കര രസകരമായ ഒരു കാര്യം എന്താ വെച്ചാല് ഒരു 12 കുട്ടികൾ ചെറിയ മുല പിടിക്കുന്ന കുട്ടികൾ. ഈ കുട്ടികൾ മുഴുവൻ മാടളെ ഔട്ടിലിങ്ങനെ നിൽക്കുക. മറ്റുള്ള വലിയോലൊക്കെ ചുറ്റുഭാഗം നിന്നിട്ട് ഇതുപോലെ നടുവിലാക്കി ടോർച്ച് അടിച്ച് അവിടെ ഓലൊന്നും എന്റെ മുഖം കാണില്ല. അങ്ങനെ ആടുകളൊന്ന് ടോർച്ച് ഇങ്ങനെ അടിച്ച് എന്റെ മുഖത്തേക്ക് ഒരു അടി അടിച്ചു. അപ്പൊ ആടുകൾ എന്നെ കണ്ട് തിരിച്ചിട്ട് പോകുന്നു. ഇതാണ് മൃഗങ്ങൾ. അതേ സ്ഥാനത്ത് ഞാൻ എന്റെ മക്കളെ ഒരു 25 വർഷം 30 വർഷമൊക്കെ തിന്നാൻ കൊടുത്തൊരു മക്കളെ വിളിച്ച് വാ എന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോ നെറ്റിലാവും, ഇല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്മേലാവും. ഒരു വിളി കേൾക്കൂല. രണ്ടാമത്തെ വിളി കേൾക്കുമ്പോൾ അതൊന്നാണ് കഴിഞ്ഞോട്ടെ എന്ന് പറയാം. പക്ഷെ അവര് പറയില്ല. അപ്പൊ ആ സ്പോട്ടില് വിളി കേൾക്കും. അതാണ് മൃഗങ്ങൾ. നമ്മൾ മക്കളെ തെറ്റിദ്ധരിച്ച് കുറ്റം പറയല്ല. നമ്മളെന്താ വെച്ചാൽ അവരോടുള്ള ആ സ്നേഹം നമ്മള് 10% നമ്മൾ കൊടുത്താൽ 100%. മക്കൾക്ക് നമ്മൾ 50 കൊടുത്താലേ 100 കിട്ടും. മൃഗങ്ങൾക്ക് 10% നമ്മൾ കൊടുത്താൽ 100% തിരിച്ചു കിട്ടും. അപ്പൊ നമ്മുടെ മനസ്സിനൊരു ഹാപ്പി. അതാണ് ഹാപ്പി. നമ്മൾ ഓരോരുത്തർക്കും ഓരോ മേഖലയാണ്. ഓരോരുത്തർക്ക് ബിസിനസ്, ചിലർക്ക് ഇനിയിപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ചില ആൾക്കാർ പറയും കോടിക്കണക്കിൽ ഉറുപ്പ വീട്ടിലുണ്ട്, ഉറക്ക് വരില്ല. ചില ആൾക്കാർക്ക് കുറച്ച് കട ഇടുന്നെങ്കിൽ വാങ്ങി മേശ കൊണ്ടുവച്ചെങ്കിൽ ഉറക്ക് വരുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടും വേണ്ട. എന്നെ സംബന്ധിച്ചിടത്തോളം അറിയുകയാണെങ്കിൽ എന്റെ കാലുകൾക്ക് വയറ് നിറഞ്ഞാൽ എന്റെ മനസ്സ് ഹാപ്പിയായി. എന്റെ അവസ്ഥ അങ്ങനെയാണ്. എന്റെ മൃഗങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം നടന്ന നല്ല ഫുള്ളായാലും ഹാപ്പിയായി. എന്റെ മൃഗങ്ങൾക്ക് ഭക്ഷണം ഇല്ലാതെ എനിക്ക് പെരയിൽ വന്ന ഭയങ്കര ദേഷ്യ. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു എന്തൊക്കെയോ ഒരു ദേഷ്യമാണ്. അവർക്കൊക്കെ വിഷമം മാറിയാൽ നമുക്ക് ഹാപ്പിയായി. അതാണ് എന്റെ സംതൃപ്തി. അതേപോലെ തന്നെ നിങ്ങൾ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നല്ലോ ഇവിടെ മഞ്ചേരി വെച്ചിട്ട് ഒരു ക്ഷീരകാശ, അതിന്റെ ഒരു അനുഭവം ഒന്ന് പറയണോ? അത് മലപ്പുറത്ത് ഞാൻ ഒരു 1 ലക്ഷം ഉറുപ്പ്യ 20 മലബാരി ആട് വളർത്തിയാൽ ഒരു സബ്സിഡി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്റർവ്യൂക്ക് ഞങ്ങൾ 70 ആളുണ്ട്. 7 ആൾക്കേ കിട്ടുള്ളൂ. ആ 70 ആൾക്ക് ഇന്റർവ്യൂക്ക് പോയപ്പം ഡോക്ടർമാർക്ക് എല്ലാവർക്കും ആടുകളെ അസുഖങ്ങള്, ആടുകൾ ഏത് ഇനാണ് നല്ലത്, ഏതൊക്കെ വേണ്ടത്, ഇങ്ങനെ ഓരോ ഇന്റർവ്യൂ അറിഞ്ഞു. അതിൽ വിദഗ്ധർ ഡോക്ടറിനോട് ചോദിച്ചു, ആദ്യമായിട്ട് തന്നെ നിങ്ങൾ ആട് വളർത്തുന്ന കർഷകനാണോ എന്ന് ചോദിച്ചാൽ അതേന്ന് തന്നെ. ആടുകൾക്ക് പനി വന്നാല് എന്താ ലക്ഷണം എന്ന് ചോദിച്ചു.
എന്റെ അറിവിൽ ആടുകൾക്ക് പനി ഉണ്ടെങ്കിൽ ആദ്യം മൂക്കുന്ന വെള്ളം ഒലിക്കും, രണ്ടാമത് സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു മടിപ്പ് കൊടുങ്ങും, മൂന്നാമത് തൂങ്ങി ഇങ്ങനെ ഇരിക്കും രോമ പൊന്തിട്ട്. അപ്പൊ നമ്മൾ ചെവി പിടിച്ച് നോക്കിയാൽ ഉറപ്പാ ചൂടുണ്ടോ ആടുകൾക്ക് പനിയുണ്ട്. അപ്പൊ അതിന് വേണ്ട മെഡിസിൻ കൊടുത്താൽ, നമ്മളിപ്പോ പാരാസെറ്റമോൾ കുടിച്ചാൽ, ഞാൻ മിക്ക ഇതും പാരാസെറ്റമോളാ കൊടുക്കല് ആടുകൾക്ക്. നമ്മൾ കുടിക്കുന്ന പാരാസെറ്റമോൾ എപ്പോഴും എൻ്റെ അടുത്ത് ഒരു 10 സ്റ്റോക്ക് ഉണ്ടാവും. ആ ഗുളികയായിട്ട് കൊടുത്താൽ ഇത് പോകും. പിന്നെ ഓര് ചോദിക്കുന്നതിനൊക്കെ ഞാൻ മറുപടി കൊടുത്തു. ഡോക്ടർമാർക്ക് പിന്നെ ഞാനാണ് ഡോക്ടറായി മാറിയത് ഇന്റർവ്യൂ പോയിട്ട്. എനിക്ക് അവർ തന്നും ചെയ്തിട്ടോ 1 ലക്ഷം രൂപ. അപ്പോൾ തന്നെ നിങ്ങളുടെ ഒരു ദിവസം എങ്ങനെയാണ് ആരംഭിക്കുന്നത്? ഞാൻ രാവിലെ സുബഹിസ്കാരം കഴിഞ്ഞാൽ ഏകദേശം ഒരു 6-6:30 മണിയാകുമ്പോൾ 1 ഗ്ലാസ് കട്ടൻ ചായ കുടിക്കും. പിന്നെ അവരെ ആടുകളെടുത്ത് പശുക്കളെടുത്തൊക്കെ ഒന്ന് പോവും. അവരെയൊക്കെ ഉറക്കിലാവും. എന്നെ കാണുമ്പോൾ ഓലൊക്കെ ഒന്ന് നിലവിളിക്കും, മട നിൽക്കും. 10 മണിയാകുമ്പോഴത്തേന് ഞാൻ പുല്ലരിഞ്ഞ് ആടുകൾക്ക് വേണ്ട ഭക്ഷണമൊക്കെ എത്തി. ഒരു 11:30 ആകുമ്പോഴത്തേന് ഏകദേശം അവർക്കൊക്കെ വിഷമം മാറും. അതുപോലെ വെള്ളം കുടിക്കലും ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ഇതായി. പിന്നെ 4 മണിന്റെ ശേഷമാണ് അവരെ ടൈം ആകുമ്പോൾ അവർക്കറിയാം, അവർ കരയും. ആ കരയുന്ന സമയത്ത് അയച്ച് മലക്ക് വിടും. അപ്പോൾ നിങ്ങൾക്ക് പുല്ലിനൊക്കെ ഒരു 60 സെന്റ് അതെ, ഓമാനൂർ പള്ളിന്റെ ഒരു 65 സെന്റ് സ്ഥലം ഞാൻ തീറ്റ പുല്ലുണ്ടാക്കാൻ വേണ്ടിയിട്ട് JCB കൊണ്ടുവന്ന് അത് JCB കൊണ്ട് ആണിയാക്കി കയറ്റി പുല്ല് നട്ട് അതിൽ ചീരണ്ട് പശുക്കൾ. അന്ന് എനിക്ക് 10-15 പശുക്കൾ ഉണ്ടായിരുന്നു. ഇപ്പൊ 3 ഉള്ളൂ. 15 പശുക്കളൂടെ നമ്മൾ ആരോഗ്യനില കുറച്ച് മാസം 60-62 വയസ്സായില്ലേ. ഇനിയിപ്പോ നമുക്ക് 65 പൈക്കളി, ഈ 15 പൈക്കളിയും 65 സമയം ഉണ്ടായിരുന്നു ഇപ്പൊ അതൊന്ന് കുറച്ചൊന്ന് ബാക്ക്. അതുപോലെ ഈ ആടുകൾക്കൊക്കെ അത് വേണമെന്നുണ്ടെങ്കിൽ മരം കയറാൻ മടിയില്ല അല്ലേ? മരം ഏത് ഉയരമുള്ള മരം എനിക്ക് പ്രശ്നമല്ല. എയ്മലും ഞാൻ കയറും, ഞാൻ ഇല വെട്ടും. അത് എനിക്ക് 365 ദിവസം ഞാൻ ആടുകൾക്ക് പിലാവിന്റെ ഇല വെട്ടും. അത് ഓരോരുത്തരും എന്റെ കമ്പനിക്കാരും ഇല്ല മുറിച്ച് ഒഴിവാക്കുന്ന ആൾക്കാരും ഒക്കെ വിളിക്കും. ഞാനത് പോവും, വെട്ടും, തിരിച്ചു കൊണ്ടുവരും, അവർക്ക് ഭക്ഷണം കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ കൃഷി ഓഫീസർ, മൃഗ സംരക്ഷണ അവരൊക്കെ നല്ല സപ്പോർട്ടല്ലേ? മൃഗാശുപത്രിയിൽ കൃഷി ഓഫീസറൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് അവരെ കഴിവിന്റെ പരമാവധി അവർക്കൊക്കെ അറിയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു നല്ലൊരു ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കർഷകനാണെന്നുള്ള കൃഷി ഓഫീസർക്കും അറിയാം. ഞാൻ മിനിയാന്ന് വരെ കൃഷി ഓഫീസറെ എനിക്ക് വിളിച്ചിട്ട് വേണ്ട നിർദ്ദേശങ്ങൾ തന്ന് കൃഷി ഓഫീസർ, മൃഗാശുപത്രിയിലെ ഡോക്ടർമാർ രാത്രി 2 മണിക്ക് ഞാൻ വിളിച്ചിട്ട് പറയാണ്, ചീക്കോട് മൃഗാശുപത്രിയിൽ ഒരു ലേഡി ഡോക്ടർ ഉണ്ട്, പിന്നെ ഞങ്ങളെ കീയാറുമ്പോ ഒഴുകൂർ അവിടെ ഉള്ളൊരു ഗോഫൂർക്കുണ്ട്. ഓലൊക്കെ എന്ന് പറഞ്ഞാൽ ഏത് നട്ടപാതിരക്ക് ഞാൻ വിളിച്ചാലും അവർ റെഡിയാണ്. അവർ വന്ന് വേണ്ട എല്ലാ മെഡിസിനും തിന്നിട്ട് പോകും. ഏതായാലും ഇത്രയും നേരം മൃഗങ്ങളോടുള്ള സ്നേഹത്തെക്കുറിച്ചും കൃഷിയെക്കുറിച്ചും അതുപോലെ മൃഗ സംരക്ഷണങ്ങളെക്കുറിച്ചും വളരെ വ്യക്തവും കൃത്യവുമായി പറഞ്ഞെന്ന അബ്ദുറഹീമിക്ക് വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്.